അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രയാസകരമായ ഒരു സംഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സമുദായത്തിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ പമ്പര വിഡ്ഢികളായിക്കൊണ്ടുള്ള ഈ സമുദായത്തിൻ്റെ പോക്ക്. കൂടുതലായിട്ടും സ്ത്രീകളാണ് ഈ വലയിൽ എത്തപ്പെടുന്നത്. എല്ലാത്തിലും ഇരയാകുന്നതും സ്ത്രീകൾ തന്നെ. നൂറെ ഹബീബ് ആറ്റക്കോയത്തങ്ങൾ എന്നു പേരായ ഒരു ഫ്രോഡിൻ്റെ പ്രവൃത്തി ഈ കേരളത്തിൽ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നറിയുമോ? പൈസ കൊണ്ട് കുന്നുകൂടിയിട്ട് എന്തൊക്കെയാണ് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം കുറച്ച് ആളുകൾ പറയുന്നുണ്ട്, ഈ നൂറെ ഹബീബ് ആറ്റക്കോയത്തങ്ങൾ ഈ കിട്ടുന്ന പൈസയിൽ കുറേ ആളുകൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നില്ലേ, കുറേ വീടുണ്ടാക്കി കൊടുക്കുന്നില്ലേ, കുറേ രോഗികൾക്ക് കൊടുക്കുന്നില്ലേ. സത്യത്തിലെ സഹോദരങ്ങളെ, കമൻറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ മനസ്സിലാക്കൂ. അള്ളാഹുവിൻ്റെ റസൂലോ പരിശുദ്ധമായ ഒരു ദീനോ ഇതര വിഭാഗങ്ങളെപ്പോലെ നമുക്ക് ലാ തഖുൻ മൻ ഖാനക, നിന്നെ ചതിച്ചവരെയും നിങ്ങൾ ചതിക്കരുത്. അവിഹിതമായ മാർഗത്തിലൂടെ നിങ്ങൾ കുന്നുകൂട്ടിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് കുറച്ചു ഭാഗം ദാനധർമ്മം ചെയ്യുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ഇസ്ലാമിലില്ല. നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ മനുഷ്യന്മാർ ചില ആസ്പത്രികളിൽ പറയാറുണ്ട്, ചില ആളുകളിൽ നിന്ന് കൂടുതൽ, പ്രൈവറ്റ് സമ്പന്നന്മാരായ ആളുകളിൽ നിന്ന് കൂടുതൽ ആസ്പത്രി ചിലവ് വാങ്ങുക, എന്നിട്ട് പാവങ്ങളെ സഹായിക്കുക. അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ അതൊരു ന്യായമായ സിസ്റ്റമാണോ? ഒരു മാർക്കറ്റിൽ 2 വിലയ്ക്ക് വിൽക്കുക എന്നത് ഒരിക്കലും ഭൂഷണമായ ഒരു സംഗതിയല്ല. അതോടൊപ്പം തന്നെ ചെറിയ കുട്ടി പോയാലും ആ കുട്ടിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അല്ലെങ്കിൽ ഒരു ദരിദ്ര കുടുംബമാണ്, അവിടെ ചൂഷണം ചെയ്തുകൂടാ. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു ദാനധർമ്മം ചെയ്യണമെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ന്യായമായത് ഉള്ളതിൽ നിന്ന് കൊടുത്താൽ മതി. അതല്ലാതെ നാളെ പരലോകത്ത് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു? ആലോചിച്ച് നോക്കണം. അത് ഒരു വലിയ ചോദ്യമാണ്. സമ്പാദിച്ചതും ചെലവഴിച്ചതും ചോദിക്കും. ഞാൻ കുറച്ച് 1000 സമ്പാദിച്ചു, 100 റുപ്യ എടുത്ത് പാവങ്ങൾക്ക് കൊടുത്തു. 1000 സമ്പാദിച്ചത് അവിഹിതമായിട്ട് ആളുകളെ പറ്റിച്ചിട്ട്. അപ്പോൾ അതാണ് തിരിയുന്ന നോട്ടുകിണർ. ആ നോട്ടുകിണറിൽ മുറാദുകൾ ഹാസിലാവാൻ, അഥവാ ആഗ്രഹ സഫലീകരണത്തിന് കയ്യിലുള്ള 500 ആയാലും 1000 ആയാലും 2000 ആയാലും 50 ആയാലും 10 ആയാലും ഈ കിണറിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആളുകളെ പറ്റിച്ച് വലിയ ഒരു സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മാതാ അമൃതാനന്ദമായി കൊല്ലത്ത് ആശ്രമം സ്ഥാപിച്ച് നടത്തുന്ന അതിനേക്കാൾ മോശം. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന സുധാമണി എന്ന് പറയുന്ന സ്ത്രീ, അഥവാ ആ കൊല്ലത്ത് നടത്തുന്ന ആശ്രമത്തിനേക്കാൾ മോശമാണ് ഇയാൾ ചെയ്യുന്നത്. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റൊരു മതവിഭാഗമാണ്. സുധാമണി എന്ന് പറയുന്ന മാതാ അമൃതാനന്ദമായി ആ സ്ത്രീ തന്നെ സ്വയം ഒരു പേര് സ്വീകരിച്ചതാണ്. അതുപോലെ തന്നെ അതേ തനിയാവർത്തനം നടത്തിക്കൊണ്ട് നൂറെ ഹബീബ് തങ്ങൾ ആറ്റക്കോയ അമീദ്, നൂറെ ഹബീബ്, എന്താ വാക്കാലോചിച്ച് നോക്കൂ നിങ്ങൾ. സ്വയം പ്രഖ്യാപിത തങ്ങളായിട്ട് സ്വയം പ്രഖ്യാപിത പട്ടം ചാർത്തി ഈ പറയുന്ന സുധാമണി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് മാതാ അമൃതാനന്ദമായി അമ്മ ആയി മാറിയതുപോലെ തന്നെ ഒരേ നാണയത്തിൻ്റെ 2 വശം എന്ന് മാത്രം. എന്നിട്ട് കുറേ ആളുകൾ അവിടെ പോയി കൃത്രിമമായി ഞങ്ങൾക്ക് അവിടെ ഇന്ന മാതിരി ആഗ്രഹങ്ങളൊക്കെ സാധ്യമായി. മനുഷ്യരെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളായിരിക്കുന്നത്? മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കുന്ന ഘടകം അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്ഥാനം. മറ്റുള്ള എല്ലാ മതങ്ങളിലും അന്ധവിശ്വാസം നിലനിൽക്കുമ്പോൾ അവരിലുള്ളത് അന്ധവിശ്വാസം മാത്രമാണ്. അടിസ്ഥാനപരമായ വിശ്വാസമില്ല. സാങ്കല്പിക കഥകളാണ്, ഊഹങ്ങളാണ്. ആലോചിച്ച് നോക്കൂ. ഒരിക്കലും ഒരു വിശ്വാസി അഥവാ മുസ്ലിമിന് ഈ പറയുന്ന ഊഹങ്ങളിലോ അന്ധവിശ്വാസങ്ങളിലോ വിശ്വസിച്ചുകൂടാ. എല്ലാ മതങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ധവിശ്വാസം അതിൽ നിന്ന് ഒഴിവാക്കിയാൽ സ്വാഭാവികമായിട്ടും ആ മതത്തിൽ പിന്നീട് വട്ടപൂജ്യമാണ് കാണുക. ഇസ്ലാമാകുന്നതോ എല്ലാ അന്ധവിശ്വാസങ്ങളെയും ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ട് കടന്നു വന്നിട്ടുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനമാണ്. ഇത് നേർക്കുനേരെയാണുള്ളത്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബും ഉജീബു ദഅവത്തദ്ദാഹി ഇദാ ദഹാനി ഫല്യസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ.
എൻ്റെ അടിമയ്ക്ക് ഒരാളുടെയും മധ്യസ്ഥത ആവശ്യമില്ല. എൻ്റെ അടിമ എന്തു കാര്യവും എന്നോട് ചോദിക്കട്ടെ, ഞാൻ അവനോട് ഉത്തരം ചെയ്യാൻ അത്ര പാകത്തിലിരിക്കുകയാണ്. എൻ്റെ അടിമ എന്നിലേക്ക് ഒരു ചാൺ വന്നാൽ ഞാൻ അവനിലേക്ക് ഒരു മുഴമെടുക്കും എന്ന് പറഞ്ഞാൽ ഒരാളുടെ റെക്കമെൻഡും എന്നോട് ചോദിക്കുന്നതിൽ നിന്നും ഒരടിമയെയും ഞാൻ വിലക്കുന്നില്ല. അതുപോലെ പല പല ആയത്തുകളും പ്രവാചക വചനങ്ങളും നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിത് പറയുന്നത് പരിശുദ്ധ റമദാനിലാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഒരു മധ്യവർത്തിയുടെയും ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങൾ എന്താണോ സഫലമാവേണ്ടത് അത് അള്ളാഹു ഉദ്ദേശിക്കുക, അപ്പോൾ മാത്രമേ സഫലമാവൂ. ആ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. നോക്കണം, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി പള്ളി ഉണ്ടാക്കുക, അവനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവന് മാത്രമേ കഴിവുള്ളവരുള്ളൂ. മറ്റുള്ള ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അള്ളാഹു പ്രാർത്ഥിക്കാനുള്ള ആരാധനക്കുള്ള അർഹത കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ഷഹാദത്ത് കലിമ എന്ന ആ സത്യപ്രസ്ഥാനത്തിലേക്ക് വരുമ്പോഴുള്ള കലിമ എന്താണ്? ആരാധനക്ക് അർഹനായിട്ട് അള്ളാഹുവേ നീയല്ലാതെ ആരുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ആദ്യം റസൂലോ നബിയോ എന്ന വേടല്ല പറയുന്നത്, അബ്ദുഹു. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദാസനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാസനും അള്ളാഹുവിൻ്റെ റസൂലുമായ ആ നബിയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നോക്കണം, ആ ദാസന്മാർക്കിടയിൽ അള്ളാഹുവിന് യാതൊരു വിവേചനവുമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരായ ദാസന്മാർ തെറ്റു ചെയ്താൽ അള്ളാഹു പറയുന്നുണ്ട്, നിനക്ക് ആ ദാസന്മാർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കും. അതുകൊണ്ടാണ് ദുന്നൂൻ എന്ന യൂനുസ് നബിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 10-ാം അധ്യായമാണ് യൂനുസ്. ആ യൂനുസ് ദുന്നൂൻ എന്ന പേരുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽപ്പെട്ടപ്പോൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല എങ്കിൽ കിയാമം വരെ അദ്ദേഹം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമായിരുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ ഒരു പ്രതിനിധിക്കും, ഒരു മുട്ടാറുക്കലിനും, ഒരു തേങ്ങ വെട്ടലിനും, നോക്കണം, ഒരു ജ്യോത്സ്യനും, ഒരു ആശ്രമക്കാരനും കഴിയുമായിരുന്നില്ല. അള്ളാഹുവാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. എന്തുകൊണ്ടാണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പ്രായശ്ചിത്തത്തിൻ്റെ പേട് അദ്ദേഹം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 3-ാം നാളിൽ ആ മത്സ്യത്തോട് വഹി നൽകി. ചെറിയ ഫാൾട്ട് മാത്രമേ ഉണ്ടായുള്ളൂ അദ്ദേഹത്തിൻ്റെ അടുക്കൽ. ആ ഫാൾട്ട് ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നത്, ഒരു മധ്യവർത്തിയും ആവശ്യമില്ലാതെ നമുക്കെന്തിനാ ഈ പരിശുദ്ധ ഖുർആൻ ഇത്രയേറെ വ്യാഖ്യാനങ്ങളും ഉദാഹരണങ്ങളും നൽകി? ഒരേ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു അധ്യായമുണ്ടായി. മറിയം ബീവി എന്ന സ്ത്രീയാണ്. നോക്കണം, ഒരു പുരുഷന്റെ സ്പർശനം പോലുമില്ലാതെ, അല്ല, മറിയം ബീവി ആലോചിച്ചു, ആ മറിയം ബീവിക്ക് ഒരു പുരുഷന്റെ സ്പർശനം പോലും ഏൽക്കാതെ അള്ളാഹു കുഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ റബ്ബിന് എന്താണ് കഴിയാത്തത്? ആദം നബിയെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പ് മാത്രമാണ് ആദം നബി. അതോടൊപ്പം തന്നെ ഈസബിന് മറിയമിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ്റെ കഴിവുകൾ അവൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ലാ ശരീക ലഹു, നമ്മൾ വിശ്വസിക്കുന്നു. അവന് ഒരു പങ്കുകാരും സഹായികളുമില്ല. അവൻ്റെ സൃഷ്ടികളാണ് എല്ലാം. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ സഹായങ്ങൾ പകുത്തു കൊടുത്തിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഈ നൂറ് ഹബീബ് ആറ്റക്കോയ തങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി ഇദ്ദേഹത്തിൻ്റെ പൂർവികന്മാർ, അദ്ദേഹത്തിൻ്റെ ബാപ്പ എങ്ങനെയാണ് ഈ പറയുന്ന അമീദ് ആറ്റക്കോയ സൺ ഓഫ് വെക്കുന്നത് നിങ്ങൾ അറിയുമോ? സൺ ഓഫിൽ തങ്ങളുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇനി തങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിലെന്ത് പ്രയോജനം? അതുപോട്ടെ, പാരമ്പര്യമായിട്ട് ഞങ്ങൾ തങ്ങന്മാരാണ് എന്ന് പറയാൻ ഈ പറയുന്ന ആറ്റക്കോയക്ക് അയാളുടെ വാപ്പ തങ്ങന്മാരുടെ കുടുംബത്തിൽപ്പെട്ടതല്ല. കേവലം ഒരു മേശൻ പണിക്ക് നടന്നിരുന്ന ഒരാൾ തന്ത്രപരമായിട്ട് ആലോചിങ്കിടികൾ പറഞ്ഞ് ആ കാര്യം വിഡ്ഢികളായ സമൂഹത്തിൽ വിജയിച്ചു. അതുകൊണ്ട് അതിസമ്പന്നനായി തീർന്നിരിക്കുന്നു എന്ന ഒരു സംഭവമാണ്. ആലോചിച്ച് നോക്ക്. അപ്പോൾ സുഹരി ഉസ്താദിൻ്റെ മറുപടിക്ക് മുമ്പിൽ ബബ്ബ അടിക്കുന്നുണ്ട്. സുഹരി ഉസ്താദ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന നൂറെ ഹബീബ് ആറ്റക്കോയ ബബ്ബ അടിക്കുന്നുണ്ട്. നല്ല മലയാളം പോലും നേരെ ചൊവ്വ അറിയില്ല. ഒരു സഹോദരിക്ക് സുഖമില്ല.
ഒരു പൊന്നുമോൾക്ക് സുഖല്ലാന്ന്. ആരെ? അന്റെ പൊന്നുമോളാണോ ആറ്റുകോയെ? അല്ല, ആരാന്റെ പൊന്നുമോളല്ലേ? ആ ആരാന്റെ പൊന്നുമോൾക്ക് സുഖമില്ലെങ്കിൽ അന്റെ അടുത്തേക്ക് എന്തിനായിക്കൊണ്ടിരുന്നെ? ആലോചിച്ച് നോക്കണം. എന്നിട്ടല്ലേ മറ്റു കാര്യങ്ങള്, പ്രാർത്ഥനകൾ അറിയില്ല, ഫാത്തിഹ ഓതാൻ അറിയില്ല, ഖുർആന്റെ വചനങ്ങൾ അറിയില്ല, കേവലം മാഷാ അല്ലാ അൽഹംദുലില്ലാ എന്ന് മാത്രം പറയുകയല്ല, സുബ്ഹാനല്ലാ. അതുപോലും അതിൻ്റെ തജ്വീദി നിയമമനുസരിച്ച് ഒരൊറ്റ വീടും പറയാൻ അറിയില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത്തരത്തിലുള്ള ഒരു ഫ്രോഡിനെ ഇങ്ങനെ ഇത്രയും വലിയ നബിയുടെ കുടുംബമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ചൂഷണം ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല, പ്രവാസ ലോകത്തു നിന്നും മറ്റുള്ള നിലയിലും ഭർത്താവ് അറിയാതെ ഈ പണം മുഴുവനും കൊണ്ടുപോയിട്ട് ഈ കിണറ്റിലിട്ട് കൊടുക്കുക. ഇതുപോലെ പല പല കിണറുകളിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരത്തിലുള്ള ഫ്രോഡുകളുടെ കിണറുകളിൽ നിറയുന്നത് 500-ൻ്റെയും 100-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകെട്ടുകളാണ്. ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം വിഡ്ഢികളാണ്. സ്വന്തം മക്കൾക്ക് പോലും വേണ്ടത്ര ഉപജീവനത്തിന് കൊടുക്കാതെ, വേണ്ടത്ര ആവശ്യങ്ങൾ നിറവേറ്റാതെ, ന്യായമായ രീതിയിൽ സക്കാത്തും സദക്കയും നിറവേറ്റാതെ 1 ലക്ഷം ഉറുപ്പിയയ്ക്ക് 2500 എന്ന തോതിൽ നിർബന്ധ സക്കാത്തും, അതോടൊപ്പം തന്നെ മറ്റു ദാനധർമ്മങ്ങൾ പാവപ്പെട്ട ആളുകൾ. ആലോചിച്ച് നോക്കൂ, ന്യായമായ രീതിയിൽ അയാളും അത് തന്നെ അല്ല ചെയ്യണ് എന്നാണ് ചോദിക്കുന്നത്. അയാൾ എന്തിനാണോടോ ചെയ്യണ്? ഞാൻ വേറൊരാൾക്ക് കൊടുത്തിട്ട് അയാൾ ചെയ്യുന്നതിൽ അയാൾക്കല്ലേ പ്രതിഫലം കിട്ടൂ? നിങ്ങൾ സ്വയം കൊടുക്കാനല്ലേ റബ്ബ് പറഞ്ഞത്, റബ്ബിൻ്റെ ദൂതൻ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ഒരു തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട്, ഒരു അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മ ചെയ്യുന്ന 1000 ഉറുപ്പികയ്ക്ക് അമ്മക്ക് കൊടുത്താൽ 100 ഉറുപ്പിക അമ്മ പാവങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ആ 1000 നേരിട്ട് ഒരു പാവത്തിന് കൊടുത്തിരുന്നെങ്കിൽ അത് എത്ര നന്നാകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ അത്രമാത്രം വിവരം കെട്ട വിഡ്ഢികളും വിവരദോഷികളുമായ ഒരു വിഭാഗമാണ് ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ വലയിൽ പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.